ഗൈസ് ജങ്കുക്കിനെ പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് August 30th ആണ്. സെപ്റ്റംബർ ഇസ് കമ്മിങ്. ദാറ്റ് മീൻസ് എ സ്പെഷ്യൽ ഡേ ഇസ് കമ്മിങ്. എന്താണ്? നമ്മുടെ ജങ്കുക്കിന്റെ ബർത്ത്ഡേ. ഞാൻ കൊറിയയിൽ വന്നിട്ട് ജങ്കുക്കിന്റെ ബർത്ത്ഡേ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. മീനിങ് ഹൈബിലോ അല്ലെങ്കിൽ ജങ്കുക്കിന്റെ ബർത്ത്ഡേ കഫേയിലൊന്നും പോയിട്ടില്ല. സം ഓർ അതർ റീസൺ ഒരിക്കലും അത് പറ്റിയിട്ടില്ല. സോ ദിസ് ടൈം വി ആർ ഗോയിങ്. ഇപ്പം ഞാൻ പോകുന്നത് ഹൈബിലോട്ടാണ്. ആൻഡ് ദെൻ വിൽ ഗോ സംവെയർ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ ജങ്കുക്കിന്റെ ഔട്ട്ഫിറ്റിലാണ് പോകുന്നത്. ലൈക്ക് I am dressing like Jungkook. So are you ready? I am so excited. Let's get ready guys. ഹാഫ് മാത്രമേ ഇവിടെ നിന്ന് കാണുന്നുള്ളൂ, ബാക്കി നമുക്ക് ഹൈബിന്ന് കാണിച്ചു തരാം. ബട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതെന്ത് ഡ്രസ്സാണെന്ന്. ഓക്കെ, സോ നമുക്ക് ഒരു ട്രാൻസിഷനും കൂടി ആയാലോ. ഗൈസ്, ഇതാണ് ജങ്കുക്കിന്റെ ബർത്ത്ഡേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ബസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് പേർപ്പിൾ തീംഡ്. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ബി വിത്ത് യു ഫോർ ദി ബെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആൻഡ് ഇതാണ് ഹൈബ്. ചിലപ്പോൾ BTS മെമ്പേഴ്സ് ഇവിടുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് വന്നുകൊണ്ടാണോ എന്നറിയില്ല, അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗൈസ്, ഇതാണ് JKന്റെ ബർത്ത്ഡേക്കുള്ള വേറൊരു ഡെക്കറേഷൻ. ഇവിടെ ഒരു ബൂത്ത് ഉണ്ട്. ഇവിടെ ഫാൻസിന് നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിടാം. ഇവിടെ കണ്ടോ, എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്ക് JKക്ക് വേണ്ടി ഒരു മെസ്സേജ് ഇടാം. ആദ്യം നമുക്ക് JKനെ വിളിക്കാം. Hi JK, how are you? 여보세요. 여보세요. 생일 축하해요. Happy. നിങ്ങളുടെ മെസ്സേജ് കണ്ടോ. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് കഫേ. ഗൈസ്, ഇവിടെ JK. ഇതൊക്കെ പണ്ടത്തെ ഫോട്ടോസ് ആണ് തോന്നുന്നു. ഗൈസ്, ഉടുപ്പില്ലാത്ത JK. വെറുതെ വിടൂ. നമ്മളുടെ മെയിൻ കഫേ ബ്ലാക്ക് ഡ്രമ്മിന്റെ ഉള്ളിലോട്ട് പോവാൻ. നമുക്ക് അതിന്റെ മുമ്പ് ഇത് നോക്കൂ. വി ആർ ഗെറ്റ് ബാക്ക് BTS ഓൺ ദ വേൾഡ്. അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ലെറ്റ്സ് ഗോ. വി ആർ BTS. JKന്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഏതൊക്കെ എന്ത് ക്യൂട്ടാണ്. ഗൈസ്, ഇവര് JKന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. സോ ക്യൂട്ട്. ഗൈസ്, ജിമിനെ കണ്ട് പ്രാന്തായിരിക്കുകയാണ് റോസിന്. പ്ലീസ് ജിമിനെ വെറുതെ വിടൂ. ചെവായ്. ഞങ്ങൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു. മാംഗോ സ്മൂത്തി. എപ്പോഴും ഞാൻ വാങ്ങിക്കാറ് ബ്ലൂബെറിയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാംഗോ വാങ്ങിച്ചു. ബ്ലൂബെറി വാങ്ങിച്ചെന്നേ. ഐ പപ്പ് യു. നോക്കൂ, ഇറ്റ്സ് വെരി ക്യൂട്ട്. ലവ്. ഗൈസ്, ഓരോ ബർത്ത്ഡേയും ഹീലിംഗ് ടൈമാണ്. ഇവിടുത്തെ ഈ കഫേയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, BTSന്റെ സോങ്സ് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ കുടിക്കുക. ഒരു പോസ്റ്ററിനെ പോലും വെറുതെ വിടാത്ത ആർമി. വേണ്ട, സുഷിന്റെ ബാക്കിയുള്ള ഫോളോവേഴ്സ് എന്നെ ഒന്ന് പൊഞ്ഞിക്കിടും. അങ്ങനെയൊന്നുമില്ല, അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തോളും. അവർ വിചാരിക്കും എന്തായാലും പോസ്റ്ററല്ലേ, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പോസ്റ്ററിനെങ്കിലും പിടിക്കുന്നുണ്ടോ. ഓ ചേച്ചി നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഗൈസ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. My followers also fans of you.
So, hi. They always ask me, have you seen Poo Didi? Yeah. Nice to meet you. I'm a budding YouTuber. Is it too low? Okay, let's take photo. Okay, thank you. Guys, നമ്മൾ ഈ കഫേന്ന് പോവാണ്. ഇതാണ് നമ്മുടെ ജങ്കുക്കിന് വേണ്ടി ഉണ്ടാക്കിയ സ്ട്രീറ്റ്. ഇത് ഹൈബാണ്. ഇത് ഹൈബിന്റെ പിന്നിലുള്ള കഫേസ്. ഈ കഫേയിലുള്ള ഗൈസ്, ഇതൊക്കെ JKക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന കഫേകളാണ്. ടെലുലു കഫേ, നല്ല പേര്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, സോ ക്യൂട്ട്. JKന്റെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ കാണിച്ചു തരാം. സോ ക്യൂട്ട്, ഓ മൈ ഗാഡ്, സോ ക്യൂട്ട്. കഫേന്റെ ഉള്ളിൽ പോയി നോക്കാം നമുക്ക്. അതാണ് ഹൈബ്. ഇവിടുന്ന് നമുക്ക് നേരെ നോക്കിയാൽ നംസാൻ ടവർ കാണാം. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഇവിടെയും ആൾക്കാർ വന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കും, അങ്ങനെയൊക്കെ. കൊറിയയിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. ഇതുപോലുള്ള സ്മാർട്ട് ബസ് സ്റ്റോപ്പുകളുണ്ട്. ഉള്ളിൽ കയറിയാൽ ഫുൾ AC ആണ്. ഉള്ളിൽ പോയി നോക്കാം. കുറേ ആൾക്കാരുള്ള കാരണം ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കില്ല. ഗൈസ്, ഞങ്ങളിപ്പോൾ യോങ്സാൻ സ്റ്റേഷൻ്റെ അവിടെ വന്നിരിക്കുവാണ്. ഇവിടെ നമ്മുടെ ജങ്കുക്കിൻ്റെ ബർത്ത്ഡേ പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പ്ലീസ് വെയിറ്റ്, ഇറ്റ്സ് സോ ഫണ്ണി ആക്ച്വലി, ബട്ട് യാ. ഉണ്ടോ ആ സ്റ്റെപ്സ് മുഴുവൻ ജങ്കുക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങോട്ട്. അതെ അതെ, ഞങ്ങൾ ഇപ്പോൾ വാവ്, ഇറ്റ്സ് സോ നൈസ്. സോ കൂൾ ആക്ച്വലി. അത് നോക്കിയേ, വാവ്. കയറിപ്പോയാലോ? കേറാം ഗൈസ്, നമുക്ക് ജങ്കുക്കിനെ നെഞ്ചത്ത് കയറാം. നെഞ്ചത്ത് പോയി നിന്നോ, നെഞ്ചത്ത് പോയി നിന്നോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞങ്ങളിപ്പോൾ യോയിദോ ഞങ്ങളിപ്പോൾ യോയിദോ ഹാൻ റിവർ പാർക്കിൻ്റെ അവിടേക്ക് പോവാണ്. അവിടെ നമ്മുടെ ജങ്കുക്കിന് വേണ്ടി സ്പെഷ്യൽ സെലിബ്രേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഫയർ വർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ അപ്ഡേറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് സമയമൊന്നും മെൻഷൻ ചെയ്യാത്ത കാരണം അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ ബസ്സിലാണ്. പാർക്കിൻ്റെ അവിടെ കണ്ടോ, കപ്പിൾ സ്പോട്ടഡ്. ജങ്കുക്കിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഫുള്ള് ജങ്കുക്കിന്റെ പാട്ടൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്. സോ നൈസ്. ഇത് ചൈനീസ് ആർമീൻ്റെ വകയായിട്ടാണ് ഈ ഒരു ജങ്കുക്കിന്റെ ബർത്ത്ഡേ പ്രൊജക്റ്റ്. ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ്. ഗൈസ്, ജങ്കുക്കിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇങ്ങനെങ്കിലും പ്രപ്പോസ് ചെയ്തോട്ടെ നിരച്ചിട്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഫയർ വർക്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അവർ നമ്മളെ പറ്റിച്ചു. ഫയർ വർക്ക്സ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 9 മണിയായി സമയം. അപ്പോൾ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമുക്ക് റാമേൺ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മോംസ് ടച്ചിൽ പോയിട്ട് ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ബൈ ബൈ ടു ഹോങ്കോങ്. നമ്മളിവിടുന്ന് തക്കോച്ചി വാങ്ങിക്കുകയാണ്. വാവ്, യോയിദോ സ്ട്രീറ്റ് ഫുഡ് ഗൈസ്. യെസ്, ആൻഡ് ബർഗർ ഫ്രം മോംസ് ടച്ച്.
ഇനി നമ്മൾ റിവറിൻ്റെ സൈഡിൽ പോയിരുന്ന് കഴിക്കാൻ പോവാണ്. ഇത് യോയിദോ ഹൻഗാങ് പാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കൊറിയയിൽ വന്ന ഫസ്റ്റ് നൈറ്റ് വന്ന സ്ഥലം. ഞാൻ ഓർമ്മകൾ അയവിറക്കുകയാണ്. അതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഇസ് തേർഡ് ടൈം. വന്ന് ഞങ്ങളൊരു ഇരുട്ടത്ത് സ്ഥലം കണ്ടുപിടിച്ചു. അവിടെയൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ ഞങ്ങൾ വെച്ച് ഇവിടുന്ന് കഴിക്കാം. ബോഗോൾ ഗൈസ്, ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി. നമ്മൾ വീട്ടിൽ പോവാണ്. ഫൈനലി ദിസ് ഇസ് യോയിദോ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. എല്ലാവരും ജങ്കുക്കിനുള്ള ബർത്ത്ഡേ വിഷസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഓക്കെ, ഇത് നാളെയോ മറ്റന്നാളോ ആയിട്ട്, അതായത് ജങ്കുക്കിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ യാ, ബൈ ബൈ. റോസെ ബൈ പറഞ്ഞു. ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടിങ് ടിങ് അടിക്കണം. യാ, ലൈക്ക്, ഷെയർസ്, കോമെൻറ്റ്സ്. ബൈ ബൈ.